കേരളത്തിൽ യൂട്യൂബ് ചാനൽ കണ്ടന്റുകൾക്ക് ഏറെ ജനപ്രീതി നേടാൻ കഴിഞ്ഞവരാണ് കരിക്കിട്ടിയും. ഒരു കാലത്ത് കരിക്കുണ്ടാക്കിയ തരംഗം ചെറുതല്ല. എന്നാൽ ഇപ്പോൾ കരിക്കിനുള്ള ജനപ്രീതി കുത്തനെ കുറഞ്ഞു. വീഡിയോകൾ തുടരെ വരുന്നില്ല. കണ്ടന്റുകൾ മോശമാകുന്നു. കോമഡി പഴയതുപോലെ ക്ലിക്കാകുന്നില്ല എന്നതൊക്കെ പ്രധാനമായി വരുന്ന വിമർശനങ്ങൾ. കരിക്കിനേക്കാൾ മികച്ച കണ്ടന്റ് തരുന്ന പേജുകൾ ഇന്നുണ്ട്. പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിൽ സുഹൃത്തുക്കൾ, ദമ്പതികൾ, സഹപ്രവർത്തകർ എന്നിങ്ങനെ പല കാറ്റഗറിയിലുള്ള രസകരമായ റീലുകൾ ചെയ്യുന്നു. അരമണിക്കൂർ കൂടുള്ള വീഡിയോകളാണ് കണ്ട് കോമഡി ആസ്വദിക്കുന്ന ക്ഷമ ഇന്ന് പലർക്കുമില്ല. ഇതെല്ലാം കരിക്കിനെ ബാധിച്ചിട്ടുണ്ട്. കരിക്കിന്റെ വീഡിയോ ക്ലാരിറ്റി കൂട്ടിയപ്പോൾ കണ്ടന്റ് ക്ലാരിറ്റി കുറഞ്ഞു എന്നാണ് വിമർശനങ്ങളിൽ ഒന്ന്. കഴിഞ്ഞ ദിവസം ജയിൽ ചിൽ എന്ന കരിക്കിന്റെ പുതിയ വീഡിയോ പുറത്തു വന്നു. 40 ലക്ഷത്തിലേറെ പേർ വീഡിയോ കണ്ടു. എന്നാൽ ജയിൽ ചിൽ അത്ര പോരാ എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. കരിക്കിലെ അഭിനേതാക്കൾ ഇനി ഈ പ്രൊഡക്ഷനിൽ തന്നെ തുടരണോ എന്ന അവസരങ്ങൾ തേടേണ്ട സമയം അതിക്രമിച്ചു എന്നും വാദമുണ്ട്. കരിക്കിന്റെ കരാർ പ്രകാരം അഭിനേതാക്കൾക്ക് മറ്റു പ്രോജക്റ്റുകൾ ചെയ്യാൻ പറ്റില്ലെന്നും കരിക്കിലെ അഭിനേതാക്കളുടെ കരിയർ പ്രൈം ടൈം പാഴായെന്നും വാദമുണ്ട്. പ്രിയപ്പെട്ട നിഖിൽ പ്രസാദ്, നിങ്ങളിത് വായിക്കുന്നുണ്ടെങ്കിൽ കരാറ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് പിൻവലിച്ച് മോളിവുഡിൽ അവസരങ്ങൾ തേടാൻ കാസ്റ്റിനെ പ്രോത്സാഹിപ്പിക്കുക. നിങ്ങൾ അവരുടെ പ്രൈം ടൈം നശിപ്പിച്ചു. ഇനി ഇപ്പോഴല്ലെങ്കിൽ ഒരിക്കലുമില്ല എന്ന സാഹചര്യമാണ് ഇങ്ങനെ വരുന്ന കമന്റുകൾ. 2018 കരിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. 2019 ഇവരുടെ സിനിമ പ്രഖ്യാപിച്ചതാണ്. എന്നാൽ പ്രോജക്റ്റ് മുന്നോട്ട് പോയില്ല. കഴിഞ്ഞ വർഷം ഈ സിനിമയുടെ പ്രഖ്യാപനം വീണ്ടും നടന്നതാണ്.